സാങ്കേതിക വിദ്യയിലേക്ക് മാത്രം ജനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവൻ വെറും ഒരു കൺസ്യൂമർ പ്രോഡക്റ്റായി മാറിപ്പോകുമോ? ഫിംഗർ ടിപ്പിൽ എല്ലാ സാധനവും വീട്ടിൽ കിട്ടുന്നു, ഓൺലൈനിൽ കിട്ടുന്നു. ഏത് രൂപത്തിൽ പണം ഉണ്ടാക്കിയാലും അതിനെ അംഗീകരിക്കുന്ന സമൂഹം കൂടെ വന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വേഗത്തിൽ കാണുന്ന ആളാണ്. ചിലപ്പോൾ 5-10 വർഷം കൊണ്ട് ലോകം ചെറിയ രൂപത്തിൽ മാറി വന്നാലും അത്ഭുതമില്ല. കാരണം അത്രമാത്രം സാങ്കേതിക വിദ്യ വളരെയധികം ഉയർന്നു വന്നു. പക്ഷെ അപ്പോൾ എൻ്റെ ഭയം, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, എൻ്റെ ഭയം സാങ്കേതിക വിദ്യയിലേക്ക് മാത്രം ജനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവൻ വെറും ഒരു കൺസ്യൂമർ പ്രോഡക്റ്റായി മാറിപ്പോകുമോ? അങ്ങനെ മാത്രം ആയി പോയാൽ മനുഷ്യൻ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു പോയാൽ സ്ത്രീകളെന്ന് പറയുന്നത് കേവലം അമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ലാതെ സ്ത്രീ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റായി മാറുമോ? മക്കൾ അങ്ങനെ മാറുമോ? ഈ വയസ്സായവരെല്ലാം വൃദ്ധസദനത്തിലേക്ക് പോകേണ്ടി വരുമോ? കാരണം മറ്റതിന് ബന്ധമില്ലല്ലോ. വൈകാരികതയ്ക്കും ഈ പറയുന്ന ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ലാതെ എല്ലാം സാങ്കേതിക വിദ്യ തരുമ്പോൾ നമുക്ക് ക്ഷമ വേണ്ട, മനുഷ്യന് ക്ഷമ വേണ്ട. പിന്നെ വിചാരിച്ചാൽ ഉടൻ ഫിംഗർ ടിപ്പിൽ ഭക്ഷണം കിട്ടുന്നു, ഫിംഗർ ടിപ്പിൽ എല്ലാ സാധനവും വീട്ടിൽ കിട്ടുന്നു, ഓൺലൈനിൽ കിട്ടുന്നു. നമുക്ക് ക്ഷമയെന്ന് പറയുന്ന ഒരു സാധനം വേണ്ട, ദുഃഖമെന്ന് പറയുന്നൊരു സാധനം വേണ്ട, പണം മാത്രമേ നമുക്ക്. എങ്ങനെ പണം ഉണ്ടാക്കിയാലും അതിനെ അംഗീകരിക്കുന്നൊരു സമൂഹം കൂടെ വന്നാൽ, ഏത് രൂപത്തിൽ പണം ഉണ്ടാക്കിയാലും അതിനെ അംഗീകരിക്കുന്നൊരു സമൂഹം കൂടെ വന്നാൽ, എനിക്ക് സുഖസൗകര്യങ്ങൾ എൻ്റെ മെഷീനും എൻ്റെ ലോകവും തരുമെന്ന് വന്നാൽ ബന്ധങ്ങൾക്ക് വലിയ കുഴപ്പം പറ്റും. ആ ബന്ധങ്ങൾക്ക് വരുന്ന തകരാറിൽ ഇല്ലാതായി പോകുന്നത് വയസ്സായവരും കുട്ടികളും സ്ത്രീകളും ഒക്കെയാണ്. ഇതെൻ്റെ ഒരു കൺസേൺ. വളരുമ്പോഴും നമ്മൾ മാനസികമായിട്ട് ഇതെൻ്റെ ഒരു കൺസേണാണ്, വലിയ കൺസേണാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ ആത്മീയതയല്ല, മതത്തിൻ്റെ സാധനമല്ല, ഒരു 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 സെൽഫ് കോൺഷ്യസ്നെസ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മെഷീൻ അടിമയല്ല, ഞാൻ കണ്ടുപിടിച്ചതാണ് മെഷീൻ, അതിൻ്റെ മുകളിലായിരിക്കണം. ഒരു ബോധം എവിടെയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ അത് പക്ഷെ അത് മാറുമെന്നുള്ളതാണ് എൻ്റെ ഭയം എന്ന് ഞാൻ പറഞ്ഞു.